ശ്രീമതി ജെ ചിഞ്ചുറാണി അവരുടെ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, മിൽമയുടെ ചെയർമാൻ കൂടിയായ ശ്രീ KS മണി അവർ നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞു. മിൽമയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആസിഫ് K. യൂസഫ് IAS അവർ, ഉൽപ്പന്ന വിവരണം നടത്തിയ മലബാർ മേഖലയുടെ MD കൂടിയായ ശ്രീ KC ജെയിംസ്, ന്യൂട്രി ലെവൽ വിപണന ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ന്യൂട്രി ലെവൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ കഴിഞ്ഞത് അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകുവാൻ മുന്നോട്ട് വന്ന പ്രിയങ്കരനായ ഡോക്ടർ ഗോപിനാഥ് K. സുനിൽ, ആശംസകൾ അർപ്പിക്കുന്ന തിരുവനന്തപുരം മേഖലയുടെ ചെയർമാൻ കൂടിയായ ശ്രീ മണി വിശ്വനാഥ്, പ്രിയപ്പെട്ട എറണാകുളം മേഖല ചെയർമാൻ ശ്രീ വത്സലൻ പിള്ള, പ്രിയങ്കരനായ നമ്മുടെ വേദിയിലുള്ള 3 മേഖലയിലെയും MDമാർ, അതോടൊപ്പം തന്നെ മിൽമയുടെ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷീര കർഷകരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകർ, വളരെ സന്തോഷപൂർവ്വമാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിനൊരു കൈത്താങ് പോലെ കേരളത്തിലെ മിൽമ ഇന്ന് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ മിൽമയ്ക്ക് കൈത്താങ് കൊടുക്കുവാൻ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ നിന്നാണ്. അതിൻ്റെ ഒരു വലിയ മാറ്റം നമ്മുടെ ഇത്തവണ നമുക്ക് കാണുവാനും കഴിയും. കേരളത്തിൽ നമുക്കറിയാം, ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ പാല് മിൽമയിൽ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിത്തട്ടിലോട്ട് ഞാൻ പോകുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ മുകളിലാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ സാധിക്കും. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഒരു കണക്ക് കേരളത്തിൻ്റെ മിൽമയും ക്ഷീരവികസന വകുപ്പും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. ഒരുപക്ഷെ ആ കണക്ക് കിട്ടുമ്പോൾ നമുക്ക് എത്രത്തോളം പാല് കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഇതര വിഭാഗക്കാർ അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള കണക്ക് നമ്മുടെ കയ്യിൽ കിട്ടുവാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് മിൽമ വളരെ ലാഭകരമായി മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. ആ ലാഭത്തിൻ്റെ 85% അവർ ചെലവഴിക്കുന്നത് ക്ഷീരസംഘങ്ങൾ വഴി ക്ഷീര കർഷകർക്കാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും ക്ഷീരസംഘങ്ങൾ ഈ മിൽമയിലേക്ക് പാല് ഏൽപ്പിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിൽമ ഇന്ന് ഉയർന്നുയർന്ന് നമ്മുടെ ഒരു MD പറഞ്ഞതുപോലെ, മിൽമ ആദ്യം വന്നപ്പോൾ അത്യാവശ്യം പാല് കൊടുക്കുമായിരുന്നു. പാലിൽ നിന്നത് നെയ്യായി മാറി, നെയ്യിൽ നിന്നത് വിവിധ ഉൽപ്പന്നങ്ങളായി മാറിക്കൊണ്ട് ഇന്ന് 40-ലധികം ഉൽപ്പന്നങ്ങൾ ഇറക്കുവാനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐസ്ക്രീം ഉൾപ്പെടെ കേരളത്തിൽ നമുക്ക് വിപണനം ചെയ്യുവാനും, അതോടൊപ്പം തന്നെ വളരെ നമ്മുടെ വീട്ടിൽ രാവിലെ 5 മിനിറ്റ് 10 മിനിറ്റും കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രാതൽ ഉൾപ്പെടെ ഒരുക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ വിപണിയിൽ അവർക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാന പുരസ്സരം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് വിദേശങ്ങളിലേക്ക് വരെ നെയ്യ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങ് നമുക്ക് വിപണനം ചെയ്യുവാൻ, അല്ലെങ്കിൽ കയറ്റുമതി അയക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഇറക്കിയ സാധനം, ഇന്ന് ഇറക്കിയത് തന്നെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇന്ന് എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിൽ, ഇന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കുവാൻ തക്ക മധുരമുള്ള ഒട്ടനേകം ഉൽപ്പന്നങ്ങളുണ്ട്. അവർക്ക് മിഠായികളും അവർക്ക് ചോക്ലേറ്റുകളും വ്യത്യസ്ത അനുഭവങ്ങളാണ് അതിലൂടെ നമുക്ക് കാണുന്നത്. പ്രായം ചെന്നവർക്ക് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന, ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇറക്കുവാൻ നമ്മുടെ ഈ കേരളത്തിൽ മിൽമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും, ഇന്ന് ഇവിടെ പുതുതായിട്ട് ഇറക്കിയ ഉൽപ്പന്നം നമ്മുടെ ഷുഗർ രോഗികൾക്കുൾപ്പെടെ ഉപയോഗിക്കുവാൻ പറ്റാവുന്ന ഒന്നായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അത്തരത്തിലുള്ള മിൽമയുടെ മിഠായികളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും ഇന്ന് കേരളത്തിൻ്റെ വിപണിയിൽ കിട്ടത്തക്ക നിലയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത് എന്ന് ആദ്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കൾക്കായി ക്ഷീരവർദ്ധിനി ബൈപ്പാസ് ഫാറ്റ് അതിൻ്റെ വിതരണ പദ്ധതി മിൽമ ഇന്ന് നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ 70% സബ്സിഡിയോടുകൂടി കർഷകർക്ക് ലഭ്യമാകുന്ന ഈ പദ്ധതിയിലൂടെ പശുക്കളുടെ ആരോഗ്യവും പാലുൽപാദനവും വർദ്ധിപ്പിക്കുവാൻ ഇന്ന് സാധിക്കുന്നു. സ്വാഭാവിക തീറ്റയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഊർജത്തിനപ്പുറം ബൈപ്പാസ് പ്രോട്ടീൻ ലഭിക്കുന്ന കാലിത്തീറ്റയാണ്. അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള പാൽ ഉൽപാദനത്തിനും വിതരണത്തിനുമായി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ NDDB നൽകുന്ന എക്സലൻസ് അവാർഡുകളും മിൽമയുടെ പ്രാദേശിക യൂണിയനുകൾ അർഹമായിട്ടുണ്ട്. ഉൽപാദനക്ഷമതയിൽ മികവിലുള്ള പ്രാദേശിക നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ അംഗീകാരവും ദേശീയാടിസ്ഥാനത്തിൽ അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഗുണനിലവാരമുള്ള അംഗീകാരത്തിനായി 2025 ഒക്ടോബറിൽ നടന്ന 19ാമത് മെട്രോ ഫുഡ് അവാർഡിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാൽ ബ്രാൻഡായി മിൽമ തിരഞ്ഞെടുക്കപ്പെട്ടു. 300ഓളം അപേക്ഷകളിൽ നിന്നും കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് മിൽമ ഇന്ന് ഈ നേട്ടം കൈവരിച്ചത്. കൂടാതെ ഊർജ സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കുമായി വിവിധ സംസ്ഥാനതല പുരസ്കാരങ്ങളും ഈ കാലയളവിൽ തേടിയെത്തിയിട്ടുണ്ട്. 2030 ഇന്ന് 10,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു പ്രസ്ഥാനമായി മാറാനാണ് ഇന്ന് മിൽമ ലക്ഷ്യമിടുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഗുണനത്തിലൂടെ കർഷകരുടെ കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ നൽകി കേരളത്തിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തിലേക്ക് മിൽമ എത്തുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മിൽമ ഇന്ന് 3 തരം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വിപണിയിൽ ഇന്ന് ഇറക്കിയിരിക്കുന്നത്. അത് ന്യൂട്രി ലെവൽ 200 ml ആണ് ഒന്ന്, മറ്റൊന്ന് കോഫി മേക്കാണ്, അതോടൊപ്പം തന്നെ കോൾഡ് കോഫി 150 ml മിൽക്ക് ഷേക്ക് ക്യാനാണ്. ഇതെല്ലാം പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് വിപണിയിലേക്ക് വരാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇന്നിതെല്ലാം ആകർഷിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിഷമയമില്ലാത്ത ഒരു നല്ല ഉൽപ്പന്നങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ മാറുവാൻ ആർക്ക് വേണമെങ്കിലും ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് ആ ഉൽപ്പന്നങ്ങളിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒട്ടേറെ ഉയർച്ചയിലേക്ക് നമ്മുടെ മിൽമ കടന്നു കയറുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. മലബാറിലെ നമ്മുടെ പാൽപ്പൊടി ഫാക്ടറി തന്നെ 132 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതും ഇന്ന് സ്ഥാപിതമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്ര പാൽ കേരളത്തിൽ അധികം വന്നാലും ആ പാൽ മുഴുവൻ എടുക്കാൻ മിൽമ ഇന്ന് തയ്യാറായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം പശുവിൻ്റെ എണ്ണം കുറയുന്നു എന്ന് പലരും പറയുമ്പോഴും ആ പശുവിൻ്റെ എണ്ണം കുറച്ച് നിൽക്കുമ്പോഴും നിലവിലുള്ള പശുക്കളിൽ നിന്നും ഉൽപ്പാദനം കൂട്ടുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ഇന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആ ലക്ഷ്യം 14% നമുക്ക് അധികം പാൽ നേടിയെടുക്കുവാൻ ഇത്തവണ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി തന്നെ നമ്മുടെ ഈ പരിപാടി മിൽമയുടെ ന്യൂട്രി ലെവൽ അതിൻ്റെ വിപണന ഉദ്ഘാടനം നടത്തിയതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.